26 വിനോദസഞ്ചാരികളെ ഭീകരർ കൊലപ്പെടുത്തിയ പഹൽഗാമിലെ ബൈസൺ വാലിയിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി നന്ദഗോപൻ ചേരുന്നുണ്ട്. നന്ദൻ, എന്താണ് അവിടെ നിന്ന് ലഭിക്കുന്ന പുതിയ വിവരങ്ങൾ? നന്ദനിലേക്ക് വരാം. നിർണായകമായ വിവരങ്ങൾ കൂടിയാണ് ഈ ഒരു ഭീകരാക്രമണം സംബന്ധിച്ച് പുറത്തുവരുന്നത്. 26 വിനോദസഞ്ചാരികളെ കൊലപ്പെടുത്തിയ ഭീകരർക്കായുള്ള തിരച്ചിലാണ് ഇപ്പോൾ സൈന്യം നടത്തുന്നത്. തത്സമയ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ വിവിധ മേഖലകളിൽ ഇപ്പോൾ സൈന്യം പരിശോധന നടത്തുകയാണ്. നന്ദഗോപൻ ചേർന്നുണ്ട് ഒരിക്കൽ കൂടി. നന്ദൻ, എന്താണ് നിലവിലെ അന്വേഷണം? എങ്ങനെയാണ് ഈ ഒരു തെരച്ചിലൊക്കെ നടക്കുന്നത്? വിഷ്ണു, നിലവിൽ ഇപ്പോൾ ജമ്മു കാശ്മീരിലെ അവസ്ഥ ശാന്തമാണ്. പ്രത്യേകിച്ച് അങ്ങനെ ഗുരുതരമായ പ്രശ്നങ്ങളൊന്നുമില്ല. എങ്കിൽ തന്നെയും ചില മേഖലകളിൽ നുഴഞ്ഞുകയറ്റ ശ്രമങ്ങളുണ്ട്. അത് സൈന്യം കൃത്യമായി പരാജയപ്പെടുത്തുന്നു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ബൈസരൻ വാലിയിലേക്ക് പോകുന്ന ആ വഴിയിലാണ്. ഇവിടെ നിന്നാണ് ബൈസരൻ വാലിയിലേക്കുള്ള ട്രക്കിംഗ് തുടങ്ങുന്നത്. ഏതാണ്ട് 6 കിലോമീറ്റർ ദൂരം ഇതേപോലെ ഈ പാറക്കല്ലുള്ള ദുർഘടമായ പാതയിലൂടെ ഏതാണ്ട് 6 കിലോമീറ്റർ കാൽനടയായി യാത്ര ചെയ്താൽ മാത്രമേ ഈ ബൈസരൻ താഴ്വരയിലേക്ക് എത്തിപ്പെടാൻ പറ്റൂ. മാത്രമല്ല, ഇവിടെ എത്തുന്ന വിനോദസഞ്ചാരികളെ സംബന്ധിച്ചിടത്തോളം അവർ കുതിരപ്പുറത്താണ് അവിടേക്ക് എത്തുന്നത്. ഏതാണ്ട് 2000-ലധികം രൂപയാണ് ഒരു സൈഡിലേക്ക് മാത്രം കുതിരപ്പുറത്ത് യാത്ര ചെയ്യുവാൻ വേണ്ടി ഈടാക്കുന്നത്. എന്നാൽ നമ്മൾ കാൽനടയായി യാത്ര ചെയ്ത് അവിടെ എത്തിയപ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞത് മനോഹരമായ ദൃശ്യങ്ങളായിരുന്നു. അത്തരം മനോഹരമായ ദൃശ്യങ്ങൾ അത് കാണാൻ വേണ്ടിയാണ് കഴിഞ്ഞ ചൊവ്വാഴ്ച ഏതാണ്ട് ആയിരക്കണക്കിന് ഈ വിനോദസഞ്ചാരികൾ ഈ ബൈസരൻ വാലിയിലേക്ക് എത്തിയത്. വളരെ അപ്രതീക്ഷിതമായാണ് തീവ്രവാദികൾ അവരുടെ അടുക്കേക്ക് പാഞ്ഞെടുക്കുന്നതും അവരുടെ മതം ചോദിച്ചുകൊണ്ട് അവർ ഹിന്ദുവാണോ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരെ കൊലപ്പെടുത്താൻ തയ്യാറാകുന്നതും. 26 പേർ കൊല്ലപ്പെട്ടു. 25 ഭാരതീയരും ഒരു നേപ്പാൾ സ്വദേശിയുമാണ് മരണമടഞ്ഞത്. നിലവിൽ ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇത് സംബന്ധിച്ചിട്ടുള്ള 3 പേരുടെ രേഖാചിത്രങ്ങൾ ലഭ്യമായിട്ടുണ്ട്. ഈ ചിത്രത്തിൽ കാണുന്നവരെ ഏതെങ്കിലും അവരെ തിരിച്ചറിയാൻ സഹായിക്കുന്നവർക്ക് 20 ലക്ഷം രൂപയാണ് സർക്കാർ ഇനാം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഏതായാലും ഈ അക്രമികൾ ഈ മേഖല വിട്ടു പോയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അന്വേഷണ സംഘത്തിൻ്റെ നിഗമനം. കാരണം ഈ അക്രമം നടന്നതിന് തൊട്ടു പിന്നാലെ തന്നെ CRPFൻ്റെ സൈന്യം ഭടന്മാർ ഈ സ്ഥലത്തെത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ മേഖല വിട്ടു പോയിട്ടുണ്ടാവില്ല എന്നുള്ളത് തന്നെയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം വലിയ കൊടും കാടുകൾ, അതായത് ഈ പൈൻ കാടുകളാണ് ഈ മേഖലയിൽ ആകെയുള്ളത്. ഇത്തരം പൈൻ കാടുകൾക്കുള്ളിൽ നിന്നുമാണ് ഈ തീവ്രവാദികൾ പെട്ടെന്ന് ഈ വിനോദസഞ്ചാരികളുടെ അടുത്തേക്ക് പാഞ്ഞെടുക്കുന്ന സാഹചര്യമുണ്ടായത്. അവർക്ക് പ്രതിരോധിക്കുവാനോ അല്ലെങ്കിൽ ഓടി മാറുവാനോ ഒന്നും കഴിയാത്ത സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്നിപ്പോൾ ഇവിടെ ഇൻ്റലിജൻസ് IBയുടെ ഉന്നത ഉദ്യോഗസ്ഥരുണ്ട്, CRPFൻ്റെ ഉന്നത ഉദ്യോഗസ്ഥരുണ്ട്. അവർ ഇതുമായി ബന്ധപ്പെട്ട് ഈ സെക്യൂരിറ്റി ഇഷ്യൂമായി ബന്ധപ്പെട്ട് ഉള്ള വിവരങ്ങൾ ഒക്കെ തന്നെ അവർ പരിശോധിക്കുകയാണ്. അതിനപ്പുറത്തേക്ക് ഒരു മോക്ക് ഡ്രില്ലും ഈ ഭാഗത്തേക്ക് നടക്കുന്നുണ്ട്. ഇനി ഭാവിയിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കുവാനുള്ള നടപടികളാണ് ഈ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും അവർ സ്വീകരിക്കുന്നത്. കഴിഞ്ഞ ദിവസം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇവിടെ എത്തിയിരുന്നു. സ്ഥിതിഗതികൾ അദ്ദേഹം നേരിട്ട് വിലയിരുത്തിയിരുന്നു. എന്താണ് സംഭവിച്ചത് എന്ന് കൃത്യമായി മനസ്സിലാക്കിയിരുന്നു. ഇപ്പോഴും ഇവിടേക്ക് ഉന്നത ഉദ്യോഗസ്ഥർ എത്തുകയാണ്. വിവിധ വകുപ്പുകളുടെ അതേപോലെ തന്നെ വിവിധ സൈനിക അർദ്ധസൈനിക വിഭാഗങ്ങളുടെ ഉദ്യോഗസ്ഥർ എത്തുകയാണ്. അവരുടെ പൈലറ്റ് വാഹനമാണ് ഇപ്പോൾ കടന്നുപോയത്. അതിന് പിന്നാലെ കൂടുതൽ വാഹന വ്യൂഹത്തോടുകൂടി ഉദ്യോഗസ്ഥരെത്തും. ഇതിനൊക്കെ അപ്പുറത്തേക്ക് ഈ അന്വേഷണം ഇപ്പോൾ ഏതാണ്ട് നല്ല പുരോഗതിയിലായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. ഏതാണ്ട് 7 ഭീകരവാദികളാണ് ഈ അക്രമത്തിന് പിന്നിലുണ്ടായിരുന്നതെന്ന് ഇതിനോടകം തന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതിൽ 3 പേർ പാകിസ്ഥാൻ സ്വദേശികളാണ് എന്നുള്ള സൂചനകളുണ്ട്. കാരണം അവർ ഈ പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രൊവിഷനിലുള്ള ആൾക്കാർ സംസാരിക്കുന്ന ഉറുദു കലർന്ന ഭാഷയായിരുന്നു അവർ ഈ വിനോദസഞ്ചാരികളോട് സംസാരിച്ചത്. അതുകൊണ്ട് തന്നെയാണ് അവർ പാകിസ്ഥാനികളാകാമെന്നുള്ള ഒരു നിഗമനമുണ്ടായിരിക്കുന്നു. മാത്രമല്ല, അതിനപ്പുറത്തേക്ക് ജെയ്ഷ് മുഹമ്മദുമായി ഈ അക്രമത്തിന് ബന്ധമുണ്ട് എന്നുള്ള സൂചനകളും ലഭ്യമാകുന്നുണ്ട്. അതായത് ഇവിടെ നേരത്തെ 2017 ഇവിടെ ജെയ്ഷ് മുഹമ്മദിൻ്റെ തീവ്രവാദ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നിന്ന ചില ഉദ്യോഗസ്ഥർ ചില തീവ്രവാദികൾ അവർ ഇപ്പോൾ പൂർണ്ണമായും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇപ്പോൾ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനാണ്, ജമ്മു കാശ്മീർ പോലീസിൻ്റെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരുപക്ഷെ DGP തന്നെയാണെന്നാണ്. അദ്ദേഹത്തിൻ്റെ വാഹനത്തിൽ 3 നക്ഷത്രങ്ങൾ കാണാം. ജമ്മു കാശ്മീർ പോലീസിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥനാണ്, DGP ആണെന്ന് തോന്നുന്നു. ഇങ്ങനെ ഉന്നത ഉദ്യോഗസ്ഥരുടെ ഒരു വലിയ നിര ഇവിടേക്ക് എത്തുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളും മറ്റും ഇപ്പോഴും പുരോഗമിക്കുകയാണ്. നിലവിൽ IBയുടെ ഇൻ്റലിജൻസ് ബ്യൂറോയുടെ ഉന്നത ഉദ്യോഗസ്ഥൻ ഇതിനോടകം തന്നെ ഈ ബൈസരൻ വാലിയിലെത്തി. ഇനി 6 കിലോമീറ്റർ ഇപ്പോൾ എത്തിയ
ഉദ്യോഗസ്ഥരും 6 കിലോമീറ്റർ കാൽനടയായി നടന്നു വേണം അവർക്കും ബൈസരൺ വാലിയിലേക്ക് എത്താൻ. ഏതായാലും ഇപ്പോഴും അന്വേഷണം പുരോഗതിയിലാണ് എന്നുള്ളത് തന്നെയാണ് ഉദ്യോഗസ്ഥർ നൽകുന്ന സൂചന. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ 7 പേരാണ് ഈ അക്രമത്തിന് പിന്നിലെന്ന് വ്യക്തമാകുന്നു. ഭാരതം തിരിച്ചടിക്കും അല്ലെങ്കിൽ കൃത്യമായ മറുപടി നൽകുമെന്നുള്ള സൂചനകൾ ഇതിനോടകം തന്നെ നൽകിക്കഴിഞ്ഞു. പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാക്കുകളും അതേപോലെ തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ വാക്കുകളും ഒക്കെ തന്നെ പരിശോധിച്ചാൽ, അല്ലെങ്കിൽ അവരുടെ വാക്കുകളിലൂടെ ഇഴകിയേറി പരിശോധിച്ചാൽ തിരിച്ചടി ഉറപ്പ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അത് എന്ന് എപ്പോൾ എന്നുള്ള കാര്യത്തിൽ മാത്രമാണ് തർക്കം നിൽക്കുന്നത്. അതിനപ്പുറം ഇതിനോടകം തന്നെ ഭാരതം ഒരു സർജിക്കൽ സ്ട്രൈക്ക്, നയതന്ത്ര സർജിക്കൽ സ്ട്രൈക്ക് ഇതിനോടകം തന്നെ നടത്തിക്കഴിഞ്ഞു. ഇൻഡസ് റിവറിൽ നിന്നുമുള്ള വെള്ളം പൂർണ്ണമായും തടഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ നയതന്ത്ര ഉദ്യോഗസ്ഥരുടെ എണ്ണം കുറയ്ക്കുവാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പാകിസ്ഥാൻ സ്വദേശികളോട് ഭാരതം വിട്ട് 48 മണിക്കൂറിനകം പോകുവാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇങ്ങനെ കർശനമായ നടപടികളിലേക്ക് ഇതിനോടകം തന്നെ രാജ്യം കടന്നു കഴിഞ്ഞു. ഈ 26 പേരുടെ 25 ഭാരതീയരുടെയും അതേപോലെ തന്നെ ഒരു നേപ്പാളിയുടെയും ഈ 26 വിനോദസഞ്ചാരികളുടെ ജീവൻ നഷ്ടമാകാൻ ഇടയായ സംഭവം, ആ സംഭവത്തിന് കൃത്യമായി ഭാരതം മറുപടി നൽകുമെന്നുള്ള സൂചനകളാണ് ലഭിക്കുന്നത്. അത് തന്നെയാണ് ഭീകരതയ്ക്ക് ഭാരതം നൽകാൻ പോകുന്ന കനത്ത തിരിച്ചടിക്കായുള്ള കാത്തിരിപ്പിൽ തന്നെയാണ് ഓരോ ഭാരതീയരും ഉള്ളത്. നന്ദഗോപനാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്.